എൻ്റെ മീനൂട്ടി ഉണ്ടല്ലോ ലീവിന് വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് തന്നെ ഏകദേശം എന്തൊക്കെ ആണ് ആ ഒരു ദിവസം കഴിക്കാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മെനു എനിക്ക് അങ്ങോട്ട് തരും കേട്ടോ. ഒരു 2 ദിവസം മുമ്പ് തന്നെ അറിയാമല്ലോ ഇന്നാണ് ലീവ് എന്നുള്ളത്. അപ്പോൾ അത് അറിയുന്നത് കൊണ്ട് അപ്പം തന്നെ ഇന്നിങ്ങനെ വിളിച്ചിട്ട് ഞാൻ നാളെ വരും അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ ദിവസം എണ്ണി ഇരിക്കാവും കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം തന്നെ പറഞ്ഞു തരും ഇത് വേണം കേട്ടോ, എനിക്ക് ഉച്ചയ്ക്ക് ഇത് വേണം, വൈകുന്നേരം ഇത് വേണം, രാത്രി ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ലിസ്റ്റ് തരും. അപ്പോൾ ഞാനത് അതിൽ പകുതിയോട് കഴിക്കൊന്നുമില്ല, കുറച്ച് ആക്രാന്തം കൂടി പറയുകയാണ് കേട്ടോ. എന്നാലും ഞാനത് ഏകദേശം എന്തൊക്കെയാണ് വേണമെന്നുള്ളതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. അപ്പോൾ വരുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരു മെനുവിൻ്റെ എന്തൊക്കെയാണ് ഈ ഒരു വരവിനോട് തന്ന മെനു എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കട്ടിപ്പത്തിരി, അതായത് തേങ്ങയും നല്ല ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള പത്തിരി ഉണ്ടല്ലോ, അതാണ് ഓൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ അധികം ഗ്രീൻ പീസ് ഉണ്ടാക്കിയിട്ടോ, കാരണം അവിടെ അങ്ങനെ കടലവർഗ്ഗങ്ങൾ ധാന്യവർഗ്ഗങ്ങളൊന്നും അധികം അങ്ങോട്ട് കിട്ടൂലല്ലോ, അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല. അപ്പം നല്ലത് കുറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ രാവിലത്തേക്ക് പിന്നെ ബീഫോ ചിക്കനോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ നല്ല ഗ്രീൻ പീസിൻ്റെ കറിയുണ്ട്, പിന്നെ മുട്ട എന്തെങ്കിലും പൊരിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ ചാക്കരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്, പത്തിരി അരച്ചു വിട്ടോ പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. ഓൾ പിന്നെ നൈസ് ആ പത്തിരി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കട്ടിപ്പത്തിരി ആയാലും മതി, കട്ടിപ്പത്തിരി ആയാലും മതി, തേങ്ങയും അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് കുറേ ആയി നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട്, ഈ ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതന്നെ ആക്കാമെന്ന് കരുതി ചാക്കരി നല്ലവണ്ണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്ലാസ്ക്ക് പാരാനുള്ള വെള്ളമാണ് കേട്ടോ, അതും നമ്മൾ കരണ്ടടുപ്പുമ്മൽ വെച്ചു. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇപ്പോൾ എണീറ്റ് വരുന്ന വരവാണ്. പാത്രങ്ങൾ നമ്മൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങൾ എടുത്ത് വെക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റു, എൻ്റെ ഇതുമൂന്ന് പറഞ്ഞയച്ചു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയി, അങ്ങനെയുള്ള നമ്മുടെ രാവിലത്തെ അടുക്കളയ്ക്ക് വരുന്നുള്ള പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലാസ്ക്ക് പാരാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു തണുപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണല്ലേ, ഇതുവരെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ നല്ല വെയിലാണ്. കാലാവസ്ഥ ഇങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. എന്തായാലും ഞാൻ വേഗം ഗ്രീൻ പീസൊക്കെ പിന്നെ നമ്മൾ കുക്കറിൽ വെക്കട്ടെ. അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തിടുന്നുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ എന്നിട്ട് വേണം നമുക്ക് ആ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്കൊന്ന് തുടച്ച് വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വേഗം മസാലപ്പൊടികളൊക്കെ മാത്രം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെച്ചിട്ട് പിന്നെ ഞാൻ പൊടിയല്ല അരി ഉണ്ടല്ലോ, വെള്ളം നന്നായിട്ട് ഊറാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് നല്ല തുണി, അതായത് അലക്കിയ തുണിയിൽ ഞാനൊന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ. കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ അത് ഒന്ന് വെള്ളം പെട്ടെന്ന് കുടിച്ചോളൂ, നമുക്ക് പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത്. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഓട്ടപാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ ഇത്ര അങ്ങോട്ട് ഊറി കിട്ടൂല, അപ്പോൾ പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ഊറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ വേഗം അത് അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഊറി കിട്ടുമല്ലോ, അത് തുണിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വേഗം അത് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ, വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതൊന്ന് ജസ്റ്റ് നമ്മളെ രണ്ടാമത്തെ, അതായത് വലിയ മിക്സിൻ്റെ വലിയ ജാറല്ല, നമ്മൾ ജ്യൂസിൻ്റെ ജാറല്ല, രണ്ടാമത്തെ ഒരു ജാറുണ്ടാവുമല്ലോ, അതിലാണ് ഞാനിങ്ങനെ പൊടിച്ച് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് തേങ്ങയും ചിരണ്ടി ഇട്ടിട്ട് നല്ല ജീരകം ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കണം. അപ്പോൾ ഒന്ന് അരച്ച് തൊട്ട് നോക്കിയപ്പോൾ കുറച്ചൊന്നും കൂടി പൊടിയാണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി പൊടിച്ചതാണ് പാത്രം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തട്ടി അങ്ങനെ വീണ്ടും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് 3 തവണ ആക്കിയിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തുണിയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി, നമുക്ക് പൊടിച്ച് നല്ല അടിപൊളി പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുട്ട് ചൂടാനും നല്ല സുഖമാട്ടോ ഈ ഒരു പൊടി കൊണ്ട്. അങ്ങനെ രണ്ടാമത്തെ പൊടിക്കലും കഴിഞ്ഞ് മൂന്നാമത്തതും പൊടിച്ച് വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ചിരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസ ഇട്ടോളൂ ഇപ്പം 6:30 തുടങ്ങി, ഒരു 8:30 ആകുമ്പോൾ ഇവിടെ ഉള്ള 8:30 8:35 ആകുമ്പോഴേക്കും വരുവേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ എത്തും. പിന്നെ കുറച്ച് നേരം 9:30 പോയാൽ മതി സ്കൂൾക്ക്. അങ്ങനെ കുന്തിരിടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ഉണ്ടാക്കുകയാണ്. ഇനി ഇപ്പോൾ വിശക്കും, എന്നാലും രാവിലത്തെ പിന്നെ കുറച്ച് പണികളുണ്ട്, അതായത് ബുക്കൊക്കെ ടൈം ടേബിൾ വെക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൂടെ. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വേഗം പണികളൊക്കെ ഇത് ചുടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അതിനെ തേങ്ങ ഇട്ട് നല്ല ജീരകമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പെരുംജീരകമല്ല, നല്ല ജീരകം ഇട്ട് കൊടുത്തു, ഉപ്പ് ലേശം ഇട്ട് കൊടുത്തു, തേങ്ങ ഇട്ടിട്ട് തേങ്ങ നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഞോണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കേട് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഫ്ലാസ്കിൽ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഒഴിച്ചു കൊടുത്തു, കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി ലൂസാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഉറച്ച് വന്ന് ഒരു പാകത്തെ കട്ടിയാവും. കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര കട്ടിയായി പോകും. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കടലക്കറിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടായിരുന്നേ, കാരണം നമ്മൾ പൊടിച്ച് അതൊക്കെ ആക്കുന്ന ആ തേങ്ങയൊക്കെ ചിരണ്ടി ഇടുന്ന സമയം കൊണ്ട് തന്നെ കടല വന്നിട്ടുണ്ടായിരുന്നേ.
പിന്നെ ഞാൻ ഒരു ഉരുള ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളാക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. ചട്ടിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളമാക്കിയിട്ട് അവിടെ കൈമേൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ പരന്ന് കിട്ടും. അധികം കട്ടിയായാലും പിന്നെ നമുക്ക് ഉള്ളു വേവാൻ ഒരു ടേസ്റ്റ് കുറവായി, ഉള്ളിൽ വേവില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഹസ്ബൻഡിന് ഭയങ്കര മടിയാട്ടോ തിന്നാൻ. മൂപ്പർക്ക് ഇങ്ങനെ നല്ല എല്ലാ ഭാഗവും മുരിഞ്ഞിങ്ങനെ നിൽക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ ഇഷ്ടം. ഇതിക്കാവുമ്പോൾ കറിയൊന്നും മൂപ്പർക്ക് വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് കറി തന്നെ കുറച്ച് ഒരു തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ലൂസായിട്ട് വലിയ നീട്ടിയുള്ള കറിയൊന്നുമില്ല, കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിക്ക് വലുതായിട്ട് കറിയൊന്നും വേണ്ട, അങ്ങനെ ഒപ്പി തിന്നാനുള്ളതായിരിക്കും അവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കണമെന്നുണ്ട്. അപ്പം ഇവിടെ ചുടുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് അമർത്തി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂടി തുറന്നിട്ട് മറിച്ചിട്ട് പിന്നെ മൂടി വെക്കാറില്ല കേട്ടോ. പിന്നെ അതവിടെ അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വേവാണ്. തീ ഇങ്ങനെ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇങ്ങനെ വേവണം. അങ്ങനെ എപ്പോൾ തീ നല്ലോണം കുറച്ചാൽ ചിലപ്പോൾ അപ്പോഴും ഒരു കട്ടി വരും, നല്ലോണം കൂട്ടിയാൽ കരിഞ്ഞും പോകും. അങ്ങനെയാണ് നമ്മളൊരു മയത്തിലൊക്കെ വേണം അതിനോട് പെരുമാറാൻ. എന്നിട്ടാ നമ്മൾ തൂമിച്ച് വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കറിയുണ്ട് ഒഴിച്ചു കേട്ടോ. പിന്നെ എക്സ്ട്രാ മേലെ നമ്മൾ ചിക്കൻ്റെ മസാലപ്പൊടി കുറച്ചിട്ടു. ഇച്ചിരി ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലയിൽ തന്നെ ഉണ്ടാവും നമുക്ക് ഇടാൻ ഇതിൽ ഗരം മസാല അല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതങ്ങനെ അവിടെ തിളക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ അപ്പം ഒന്ന് എടുത്ത് വെച്ചു. രണ്ടാമത്തേത് ഇതാ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും ആ ഒരു ഉരുള ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇതാകുമ്പോഴത്തേ ഇങ്ങനെ കിരി തട്ടി അമർത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കയ്യുമ്മേൽ എന്താ വെച്ചാൽ വെള്ളമാക്കി കഴിഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് വലുതായി കിട്ടും. അങ്ങനെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഇതുമുന് വേഗം കൊടുക്കട്ടോ. വേഗം വിശക്കണുണ്ടാവും. കരവൾ വന്നിട്ട് കുറച്ചൊരായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാവമാണ്, അങ്ങനെ എന്നായിട്ട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ വേണം എന്നാണ് കറി അങ്ങനെയൊന്നുമില്ല. പിന്നെ വെയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ മദ്രസ വരുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഒന്നെടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ കഷ്ണമാക്കിയിട്ടിട്ട് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കറിയൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ കേട്ടോ കറി കുറച്ചൊരു തിക്കായിട്ട്, ഒരു ലൂസൊന്നല്ല, അങ്ങനെ തിക്കായിട്ട് ഉരുളക്കയും കൂടിയിട്ട് നല്ല മിക്സ് ആയിട്ടുള്ള കറിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. അവിടെ കഴിക്കുന്നുണ്ട്. സമയം കൊണ്ട് ഞാൻ ഇവിടെ പിന്നെ അത് അപ്പം മറിച്ചിട്ടു. അങ്ങനെ നമ്മുടെ പണി പത്തിരിൻ്റെ പണി അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അത് അവളവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിന് ശേഷം ഞാൻ നീനുട്ടിൻ്റെ അലക്കാനുള്ളതൊക്കെ എടുക്കുകയാണ്. അവൾ ഇന്നലെ രാത്രി വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചതാണ്. ഇന്നലെ രാത്രി ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം വാഷിംഗ് മെഷീനിൽ ഓൾറെഡി കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി അതൊക്കെ തിരുമ്പുന്നായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അലക്കാമെന്ന് കരുതി. ഇപ്പോൾ വെയിലല്ലേ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും, ഉണങ്ങാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രാവിലെ അലക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ. കാരണം കൊണ്ടുപോകാനുള്ളത്, അതായത് ഈ ബാഗിലുള്ളതിൽ കൊണ്ടുപോകാനുള്ളത് മാത്രം ഇപ്പോൾ അലക്കിയിട്ട് മറ്റത് പിന്നെ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ വല്ല സൗകര്യം പോലെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ കൊണ്ടുപോകാനുള്ളത് മാത്രം അങ്ങനെ വേറെയും ഇവിടെ വെക്കാനുള്ളത് വേറെ ആക്കിയിട്ട് സെപ്പറേറ്റ് അങ്ങനെ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് വെള്ള വേറെ ഒക്കെ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്. അവിടുന്ന് അലക്കാനും കാര്യങ്ങളൊന്നും സൗകര്യമില്ല കേട്ടോ. അടിവസ്ത്രങ്ങൾ ചിലപ്പോൾ അങ്ങനെ അലക്കും, ഈ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യാറുള്ളത്. അങ്ങനെ അത് അനക്കാനൊക്കെ ഇട്ട് പിന്നെ ഇതും സ്കൂക്കൊക്കെ പോയതിന് ശേഷമാണ് നീനൂട്ടി എഴുന്നേറ്റ് വന്ന് ഞാൻ അതവൾക്ക് 2 മുട്ടയും പൊരിച്ചെടുത്തിട്ട് പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിനോടാണ് ഇതും നീനൂട്ടി ഇങ്ങനെ സംസാരിക്കണത്. മൂപ്പര് വന്നപ്പം നല്ല അടിപൊളി ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നീനൂട്ടിൻ്റെ മെനുവിലുള്ള ഒരു ഫുഡാണ് ഇന്ന് ഉച്ചയ്ക്ക്. ബീഫ് മതി എന്ന് പറഞ്ഞത്. ചിക്കനും ഒക്കെ ചെറുതായിട്ടൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒക്കെ കഴിക്കാൻ ഫ്രൂട്ട്സായിട്ട് ഇന്ന് എന്താണ് പറയുക ഇതിൻ്റെ പേര്, റംബൂട്ടാനാണ് കേട്ടോ. ഇത് അങ്ങനെ കഴിക്കാൻ ഒരു പേടിയല്ലേ, എല്ലാവരും കേട്ട് ഈ ഒരു ആവലിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് വാങ്ങി നോക്കിയതാണ്. അങ്ങനെ റംബൂട്ടാൻ കിട്ടിയപ്പോൾ ഞാൻ ഈ നീനൂട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതാട്ടോ. കാരണം ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അപ്പോൾ ഞാൻ അതും കൊണ്ട് ചെന്നപ്പോൾ നല്ല ഉറങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു കേട്ടോ. ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴിയായിരുന്നു. ഫോണും കണ്ടിങ്ങനെ ഇരുന്ന് കണ്ട് റെസ്റ്റാണ് മക്കളെ, റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് റെസ്റ്റ് അങ്ങോട്ട് എടുക്കട്ടെ. അവിടെ ഡ്യൂട്ടിയൊക്കെ നല്ല ഒരു ഇപ്പോൾ രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങിയ രാവിലെ 7 മണിക്കാണെങ്കിൽ വൈകുന്നേരം 4 മണി വരെ, ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കിൽ രാത്രി 11 മണി വരെ. അങ്ങനെയുള്ള ഡ്യൂട്ടീൻ്റെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ എന്നാലും നല്ല ഒരുപാട് നേരം നിൽക്കാനും അങ്ങനെയൊക്കെയുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് ആഘോഷിക്കലാണ്. കിടന്ന് ഇങ്ങനെ റീൽസ് കണ്ട് കിടക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. അല്ലെ അധിക ദിവസം വരുമ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല സമാധാനത്ത് കിട്ടിയൊരു ലീവാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ
വരുമ്പോഴേക്കും വന്ന് കിടക്കും. ഇപ്രാവശ്യം വന്നിട്ട് കുളിച്ചിട്ടുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇന്നലെ തലേന്ന് വരുമ്പോൾ തന്നെ കുളിക്കാറൊക്കെ ഉണ്ട്. രാത്രി തന്നെ കുളിച്ചിട്ടേ കിടക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഇന്നലെ അങ്ങനെയൊന്നും കുളിക്കാനും കൂടി ഒന്നുമില്ല, അപ്പോൾ ഉറങ്ങൽ തുടങ്ങിയതാണ് കേട്ടോ. അതിന് ഞാനിതാ പിന്നെ റംബൂട്ടാൻ ഇങ്ങനെ ഞാൻ തോല് ഒഴിച്ചെടുത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട്, ഞാനും തിന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ഇരുന്ന് തിന്നു. ഇതുമൂന്നുള്ളത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2-3 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയില്ല. അങ്ങനെ കഴിക്കാനൊരു പേടിയുള്ളൊരു സാധനമാണില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു കൊതി എനിക്കും കഴിക്കണം എന്നുണ്ട്, പക്ഷേ പേടിയുണ്ട്. അങ്ങനെയെന്ന് ഞാൻ 1-2 കഴിച്ച് ബാക്കിയൊക്കെ ഓക്കനെ കൊടുത്തു. പിന്നെ ഞാൻ ബീഫ് വെക്കാനുള്ള പരിപാടിയില്ല. ടോളവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു സിനിമ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് പിന്നത്തെ നമ്മുടെ പരിപാടിയും. ഇപ്പം ഞാൻ അതിങ്ങനെ കണ്ടിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു റിലാക്സാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ മൂഡാണ്. ഇന്നിപ്പോൾ സിനിമയാണ്, നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരും, ഈ സിനിമ നല്ലതാണ്, ആ സിനിമ നല്ലതാണ് പറയാണ്ട് അവർ അങ്ങനത്തെ ഒരു പേജ് ഉണ്ടാവുമല്ലോ, ആ പേജ് ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലതൊക്കെ വരുമ്പോൾ നമ്മൾ ഇരുന്നാണ് കാണും. ചിലതൊന്നും കണ്ട് തന്നെ പിന്നെയും കാണുന്ന അവസ്ഥയൊക്കെയാണ് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിം ഇങ്ങനെ കാണുക എന്ന് പറയുന്നത്. അങ്ങനെ അത് കണ്ടുകൊണ്ട് നമ്മൾ ഉള്ളിയും പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ തൊലിച്ചിട്ട് കഴുകിയിട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ. വാട്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ ഇടുന്നത്. അങ്ങനെ വെക്കല്ല. ഞാൻ വെല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ ചെറിയുള്ളിയും അതൊക്കെ കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ കുക്കറിൽ അടുപ്പത്ത് വെച്ച് വാട്ടിയിട്ട് പിന്നെ നമ്മൾ ബീഫ് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഒരടുപ്പത്ത് ഞാൻ ബീഫിനും വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് ഗീ റൈസും വെക്കുന്നുണ്ട്. ഗീ റൈസ് എന്ന് പറയാൻ പറ്റില്ല, ഓൾ എന്നോട് ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ അരി വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഉടായിപ്പായിട്ട് ഗീ റൈസ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ അരി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ജസ്റ്റ് നെയ്ച്ചോറ് അധികം ഓയിലൊന്നും ഒഴിക്കാതെ ജസ്റ്റ് നെയ്ച്ചോറ് വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ട് കുറച്ച്, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്, മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വറുത്ത് അതവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാനത് ഗീ റൈസിൻ്റെ പണികൾക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ വെള്ളം, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നാണല്ലോ ആ വെള്ളം ഞാനവിടെ പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കരണ്ടടുപ്പുമില്ല, അത് തിളച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ബീഫ് ഒന്ന് ഇങ്ങനെ ഇളക്കി എല്ലായിടത്തേക്കും മുളകും മസാലയും കാര്യങ്ങളൊക്കെ ആവുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കുക്കർ മൂടി വെച്ചതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇടുന്നതിന് മുമ്പ് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ സാധാരണ ഗീ റൈസ് വെക്കുമ്പോൾ. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ ഗരം മസാലയൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അധികം ഓയിൽ ഒഴിക്കാതെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ്, രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ പീസ് ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ വെള്ളം തിളക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും വന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ മാറ്റി വെച്ചിട്ട് ഞാനത് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ മുട്ട ചിക്കി എടുത്തു. ചിക്കൻ ഇല്ലല്ലോ, ബീഫല്ലേ, അപ്പോൾ ചിക്കൻ ഇടാൻ പറ്റില്ല. പിന്നെ മുട്ട ചിക്കിയിട്ട് ഞാനത് ആ നെയ്ച്ചോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ് ക്യാപ്സിക്കും ഉണ്ടായിരുന്നു, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതുപോലെ ഓയിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഏതായാലും സോയാ സോസാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്നും മുരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കും. കുറച്ച് റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ആ ചട്ടിയിൽ നിന്ന് ജസ്റ്റ് ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ നെയ്ച്ചോറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ ആ ഓയിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി സെറ്റാക്കി അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബീഫിൻ്റെ വെന്ത് റെഡി ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടും പൊരിച്ചു, തൈരൊക്കെ ഉണ്ട്, അച്ചാർ നമ്മളെ ഈ കാരക്കൻ്റെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിലേക്ക് പോയപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ഒന്നായിട്ട് സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് അതൊക്കെ വാങ്ങി, അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നീനുട്ടി ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഞാനും നീനുട്ടി ഒരു പ്ലേറ്റ് നാട്ടാ കഴിക്കുക. അപ്പോൾ ഞാൻ എനിക്കുള്ളതും ഓക്കുള്ളതും ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നീനുട്ടി ഇതും ആണെങ്കിൽ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ ലഞ്ച്, അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടായിരിക്കും കഴിക്കുക. പിന്നെ ഒക്കെ ഇത് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇത് ചെറിയ അരി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് എമ്മിച്ചിന്നെ പറ്റിച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നോക്ക്, എന്നിട്ട് ബാക്കി വർത്താനെന്നൊക്കെ പറഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ബീഫ് കറി ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ബീഫ് കറിയും പപ്പടം എന്നൊക്കെ കൂട്ടിയിട്ട് അവൾ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ നമ്മുടെ
എന്താ പറയുക കായ്പോളല്ലേ അത് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ അന്ന് ഇന്ന് തന്നെ ഈ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾക്ക് പിന്നെ ഒന്നും വേണ്ട, ആ ചോറ് തന്നെ മതിയായിരുന്നു. പിന്നെ അവൾ വൈകുന്നേരം ചോറാട്ടോ കഴിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെ എന്തായാലും കായ്പോള വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന ദിവസം ഞാൻ ഓക്ക് കായ്പോള ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഓക്ക് സ്നാക്സ് ആയിട്ട് അന്ന് പിന്നെ ഞാൻ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയില്ലേ, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ദിവസം ഫുള്ള് രാത്രിയും പിന്നെ ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം കഴിച്ചു കുറച്ച്, പിന്നെ രാത്രിയും കഴിച്ചു. അങ്ങനെ 2-3 വട്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി ഒന്നും വേണ്ട, ഉമ്മച്ചി ഉണ്ടാക്കണ്ട, നാളെ ഉണ്ടാക്കിയാൽ മതിയാണ്. അങ്ങനെ ഞാൻ എന്താ രാവിലെ കായ്പോള ഉണ്ടാക്കേണ്ടത് ആകുമ്പോൾ കുറച്ച് കൊണ്ട് പോവും ചെയ്യാമെന്ന് കരുതി. ഒക്കെ അവിടുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ മുട്ടയും പഴമൊക്കെ വാട്ടിയിട്ട് മുട്ടയൊക്കെയാണ് പാലും ഇച്ചിരിയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാനത് നന്നായിട്ട് മിക്സിയിൽ ജ്യൂസ് അടിച്ചു. എന്നിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു അത് വലിയ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല, എന്നാലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഈ നട്ട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് വന്നിട്ട് അതും കൊടുത്തിട്ടോൾ പോകുന്ന സമയം. പിന്നെ പോകുന്ന വീഡിയോസൊന്നും കാര്യമായിട്ട് ഞാൻ എടുത്തില്ല, പിന്നെ ഒരു തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓളുടെ ഒരു മെനു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ.